എങ്ങനെ ഇവിടെ വന്ന്? ആര് കാണിച്ചു തന്ന വീട്? അതൊക്കെ നമ്മൾ വരും ചെല്ലമ്മ. ചെല്ലമ്മ ഇന്നത് ചന്ത വരാത്ത് വള്ളിയൊക്കെ ഞാൻ കണ്ടില്ലല്ലേ? ഞങ്ങൾക്ക് എല്ലാരും ആപത്ത് പറ്റി മുതലാളി. ആ ദാ കണ്ടില്ലയോ? വരണേ, അകത്ത് വന്നിരിക്കണം. കേറിയിരിക്കണം മുതലാളി. നമ്മൾ വിചാരിച്ച് ചെല്ലമ്മയ്ക്ക് വല്ല സോക്കേടുമായിരിക്കുന്നു. എന്നാൽ ഈ നട്ടെറിയാന വെയിലത്ത് വന്നനെ മുതലാളി. എന്തിനു വേണം മുതലാളി കുടിപ്പാൻ? എന്തൊരു തരും. ചായ വാങ്ങിച്ചു തരട്ടെ? നമ്മക്കെന്നൊരു ചായ. കരിക്ക് വേണോ? ആർക്ക് വേണം കരിക്ക്? പിന്നെ എന്തിനു വേണം മുതലാളിക്ക്? ചെല്ലമ്മയ്ക്ക് അറിഞ്ഞൂടെ എന്തിനു വേണം? ഞാനിങ്ങനെ അറിയണത്? എനിക്ക് യോലിച്ച് അറിയാമോ? എടാ കൊച്ചുരാമ, നീ എവിടെ പോണത്? അധികാരി അമ്മാന്റെ വീട്ടിൽ. നീ പോയി ധൃതിയൊന്നുമില്ല കേട്ടാ, പതുക്കെ വന്നാ മതി. ആരെയല്ല മൈച്ചെടുക്കാൻ? എന്റെ അനിയനെ പോലെയാ. തന്നില്ലൊക്കെ അങ്ങ് ചത്തുപോയി. ചെല്ലമ്മയ്ക്ക് ആട്ടുംകുട്ടീനെ വേണം. പാടി പാടി മോളെ. നിനക്ക് നമ്മളെ ചെല്ലമ്മേനെ അറിയാവാ? എന്ത് വരെയാണ് ഇതിന്? വിലക്കാ? നമ്മൾ ചെല്ലമ്മയ്ക്ക് വിലക്ക് തരാനാ? അയ്യോ, അത് ഒക്കില്ല. വില വാങ്ങിച്ചേ ഒക്കൂ. അതൊക്കെ നമ്മുടെ സൗകര്യമായിട്ട് വാങ്ങിച്ചോ. അയ്യോ, അത് പറ്റില്ല. പക്ഷേ കൈയോടെ വരാനില്ല. 2-3 തവണയായിട്ട് തന്നേക്കാം. അല്ല, വാങ്ങിച്ചോളാന്ന് പറഞ്ഞില്ലേ? ചെല്ലമ്മ, തീപ്പെട്ടി അധികം ഉണ്ടെങ്കിൽ ഓഹോ, ശബ്ദിക്കരുത്. ഇവിടെ ഇപ്പൊ വരാം. മുതലാളി, ടീ. ആർക്ക് വേണം എന്റെ ടീ? അക്ക, ചായ. മുതലാളി, ചായ. നീ എന്നെ കുടിച്ചോ. ഇന്നടാ ചായ. എടാ കുടിക്കാൻ. എന്താടാ കൊച്ചുരാമ, തുലുക്കം കുടിച്ചതിന്റെ ബാക്കി ആയതുകൊണ്ടാണാ കുടിക്കാത്തത്? പിന്നെ എന്തെല്ലാം ചെല്ലമ്മ വിശേഷം? ചെല്ലമ്മയെ ഒന്ന് കാണണം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണം എന്ന് വിചാരിച്ച്. അയ്യോ, വീട് പൊളിച്ചു മാറ്റുന്ന കാര്യമോ മറ്റോ ആണോ? അത് ഞാൻ എന്നാ വിട്ടോ? എന്റെ മകൻ ഗോപി പറഞ്ഞിട്ട് പോലും ഞാൻ കേട്ടില്ല. ഗോപി അങ്ങത്തെ എന്തിനു പറഞ്ഞു? അവൻ ഒറ്റ പിടിയായി നിന്നില്ലേ? 1/4 നാഴികയ്ക്കകം നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കണമെന്ന് അവന്റെ അമ്മയെ കൊണ്ടും പറയിച്ചു. ഞാൻ പറഞ്ഞു തലമ്പാ ഇറങ്ങി പോടാന്ന്. അങ്ങത്തെ ദയവ്. ഞാൻ പറയാമെന്ന കാര്യം പറഞ്ഞില്ല. ചെല്ലമ്മ, ഇനി ചെല്ലമ്മ ചന്തയിൽ പോകണ്ട. അയ്യോ, ചന്തയ്ക്ക് പോകാതിരുന്ന അവനെ ഞാൻ എന്തിനു തിന്നും? വായി പൊട്ടണോ? ചെല്ലമ്മ, എന്തോ? ഞാൻ വിചാരിച്ച നിന്നെ പോലെ ഒരു 7-8 എണ്ണത്തിന് ചിലവിന് കൊടുത്ത് ഉറപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിച്ചു. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെയോ? പക്ഷേ അങ്ങത്തേരെ വീട്ടിലെ അമ്മച്ചിയുടെ ഒരു വാക്ക് ചോദിക്കാതെ. അതിന്റെ ആവശ്യമൊന്നുമില്ല. അവക്കിതിലെന്തോന്നാ കാര്യം? ഞാനും ചെല്ലമ്മയും മാത്രം അറിഞ്ഞാൽ മതി. നീ അകത്തോട്ട് വാ. അയ്യോ,
പട്ടാപ്പകല്ലോ? നീ അകത്തോട്ട് വാ. കൊച്ച കുഞ്ഞുങ്ങളെ പോലെ വാ. നീ അകത്തോട്ട് വാ. നീ അകത്ത് പാടില്ലമ്മ. പിടികിട്ടി. നിന്നെ ഞാൻ പല ദിവസം കൊണ്ട് പിടിക്കാൻ നടക്കുക. ഇന്ന് പിടിക്കാം. നീ എന്തിനാണ് അവിടെ വന്നു? എന്തിനു വന്നു? മാസിക ചെല്ലമ്മ വീട്ടിലാണോടാ മാസിക? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യോ, പശുവിന്റെ വാഴ മുഴുവനെ തിന്നല്ലോ. കൊച്ചുങ്ങളെ വളർത്തുന്നത് പോലെ പേടി പേടി വളർത്തി ഇത്രത്തോളം ആക്കിയതാണ്. അയ്യോ, കഴുത്ത് തിരുമിയിട്ടിരിക്കുന്നത് പോലെ അല്ലയോ എന്ന വാഴ കിടക്കുന്നത്. ദ്രോഹികള്, കാലം മടന്മാര്. എന്റെ പശുവിന്റെ കയർ നീ അറച്ചു വിടും. അങ്ങോട്ട് വാഴ അങ്ങോട്ട് വെട്ടിക്കണം. കെട്ട് പുറത്ത് എന്തിനാണ് നോക്കിക്കുന്നത്? അകത്തോട്ട് കയറി പിടിച്ചു കെട്ടിടാ അവളെ. പിടിച്ചു കെട്ടി ആർപ്പത്തിരിക്കുന്ന കൈ അടിച്ച് ഒട്ടിച്ചിടാ. അടിച്ചു ഓടിക്കേ. കാണട്ടെ, അമ്മയുടെ മുലന് പാല് കുടിച്ചവന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണട്ടെ. ശേഷമുള്ള ക്ഷണിക്കാൻ എന്നാ പിടിച്ചില്ലേ? വാ, പിടിച്ചു. താൻ തന്റെ പാടിന് പോടും. തന്റെ ആരെങ്കിലും വിളിച്ചോ? പോയില്ലെങ്കിൽ നീ പോടേ സ്വീകരിച്ചെടുക്കാൻ. എടോ മൂപ്പിന്നേ കൈമണി, ഈ പെണ്ണും പിള്ളേരടുത്ത് കളിക്കുന്നവർക്ക് എന്റെ അടുത്ത് കളിക്കരുത്. അടിച്ചണ്ടിന്റെ പല്ലി ഞാൻ താഴെ ഇടും. ഏതാ പിടിച്ചു കെട്ടടാ ഇവനെ. ആ എന്നാ വാ പിടിച്ചോ. അല്ലേ അകത്തെ ഞാൻ കിട്ടിയത് ശരിയാവൂല. വാസ് കെട്ടട്ടെ. വാസു ഇയാളെ ചെടേർന്ന് പിടിച്ചു കെട്ടിയത് എനിക്ക് നിൽക്കാൻ സമയമില്ല. എനിക്കൊരു സ്ഥലം എടാ എന്തോന്നാ നോക്കിക്കൊണ്ടിരിക്കുന്നേ? എടാ പട്ടികളെ പോയടാ പോയണ്ട. ഞാനിക്കൊക്കെ തന്ന ചോറ് വേറെ വല്ലതും പോകാനാണ് പറഞ്ഞത്. എന്തോന്നാണ് നോക്കുന്നത്? ചായ വേണമെങ്കിൽ ഈ വെട്ടുകത്തി കണ്ടാൽ പേടിച്ചെങ്ങനെ ചായ ചോദിക്കും? ഇത്രയും തന്റെ ഇടം കാണുമെന്ന് ഞാൻ ഓർത്തില്ല. അയ്യോ, നിലയില്ലാതായപ്പോൾ അന്തം വിട്ട് അർപ്പുകത്തി എടുത്തു പോയതാണ്. എനിക്കാരുമില്ല. എന്നെ ഒരു വിധത്തിലും കിടന്നു പിഴയ്ക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല. ചായ തിളപ്പിക്കട്ടെ? ഇച്ചിരി ഉമിക്കരി കേട്ടിട്ട് തരാത്ത ആളുടെ ചായ എനിക്ക് വേണ്ട. അയ്യോ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ്, ക്ഷമിക്കണം. എന്നാ ചായയും പിന്നീട് മതി. ഇപ്പൊ എനിക്ക് ചായ വേണ്ടാഞ്ഞിട്ട് തന്നെയാ. ഇനി ഒരിക്കലാവട്ടെ. ചെല്ലമ്മ ഇന്ന് ചന്തയിൽ പോയില്ലേ? പോണം. വരുമ്പോ എനിക്ക് എന്തോ കൊണ്ടുവരും. എന്തിനു വേണം? ഒന്നും വേണ്ട, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ചെല്ലമ്മ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? എങ്ങനെ അറിഞ്ഞോ? ചിമ്മിനി വിളക്ക് എരിയുന്ന കണ്ടു. ആരോ പാടുന്നത് കേട്ടല്ലോ, എഞ്ചിൻ പുരയിൽ. ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓ, കള്ളം. നല്ല പാട്ടായിരുന്നു. ചുമ്മാ ഒറ്റയ്ക്കിരുന്നപ്പോൾ അറിയാതെ പാടിപ്പോയി. അതിനുശേഷം ഞാൻ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, അതെന്തിനാണ്? ആ പാർവതികാർ വല്ല ശല്യവും ചെയ്യുന്നുണ്ടോ നോക്കാൻ. എനിക്കും ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഒന്നും അങ്ങ് പേടിക്കണ്ട കേട്ടോ. ഞാൻ കുളിക്കട്ടെ. ആ
ചെല്ലമ്മ അറിയുവാണ്? അതെന്താ മുതലാളി അങ്ങനെ ചോദിച്ചത്? ഇല്ല, കണ്ടിട്ടും കേട്ടിട്ടൊക്കെ കുറെ നാളായി. എന്നെ വിചാരിച്ച് മറക്കണ? ആ, നമ്മുടെ ആട്ടുംകുട്ടി എങ്ങനെ ഇരിക്കുന്നു? ചത്താ ഉണ്ടാ? ഉണ്ട് ഉണ്ട്. പറഞ്ഞതുപോലെ അതിന്റെ വില തന്നില്ലല്ലോ. ഇത് ഇപ്പൊ വെച്ചേക്കണം, ബാക്കി ഞാൻ പിന്നെ തന്നേക്കാം. വിലക്കല്ലല്ല നമ്മൾ തന്നത്. അയ്യോ വേണ്ട മുതലാളി, അതിന്റെ വില വാങ്ങിച്ചേക്കണം. വാങ്ങിച്ചോളാം, ഇരിക്കട്ടെ. ചെല്ലമ്മേ, ചെല്ലമ്മേ, ഒരു സഹായം ചെയ്യാവോ? എന്തിനാണെന്ന് പറയും. ഈ മീനൊന്ന് കറി വെച്ച് കൊടുത്തയക്കാവോ? ഞാൻ കറി വെച്ചാൽ നന്നാവില്ല, പിന്നെ വഴക്കിന് വരരുത്. അത്രയ്ക്കൊക്കെ നന്നായാൽ മതി. പക്ഷേ വടക്കം പുളിയിട്ട് വെക്കണം, മനസ്സിലായോ?